ശ്ലോമോ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കളിൽ ഉണ്ടായ 7 പെറുവെറുപ്പുകൾ എന്നുള്ളതാണ്. ദ 7 murmurings on the way to promised land. The 7 murmurings on the way to promised land. അതാണ് വിഷയം. ഇന്നയോളം നമ്മുടെ ജീവിതത്തെ പിറവെപ്പ് നടത്തിയിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾ പിറവെറുക്കുന്നത് സാധാരണയായി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഉൾക്കൊള്ളുവാൻ പറ്റാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നാം പിറവെറുക്കുന്നത്. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ ഭയമോ ഉള്ളതിനാൽ തന്നെത്താൻ സ്വയം നീതീകരണം എന്ന പോലെ നമ്മളോട് തന്നെ ഭ്രാന്തന്മാർ സംസാരിക്കുന്ന പോലെ പ്രവർക്കുന്നു. പരീശന്മാർ സാദിഗ്രും ഹേരോദ്യരും യേശുതമ്പുരാൻ്റെ അത്ഭുത പ്രവൃത്തികൾ മൂലവും പരീശന്മാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത യേശുതമ്പുരാൻ്റെ വചന ശുശ്രൂഷ മൂലവും പ്രവർക്കുന്നത് 4 സുവിശേഷങ്ങളിലും പല പ്രാവശ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾ പ്രവർക്കുന്നത് അവരെ വഴി നടത്തിക്കൊണ്ടിരുന്ന ദൈവമായ കർത്താവിന് എതിരായിട്ടാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പാപമാണ് ഈ പിറുവെറുപ്പ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആയതുകൊണ്ടാണ് അനേക വർഷങ്ങൾ പിന്നിട്ടിട്ടും യേശുതമ്പുരാൻ്റെ കാലത്തും അവരുടെ പിറുവെറുപ്പിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തിരുന്ന ഇസ്രായേൽ മക്കൾ പിറുവെറുത്തത് 7 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആ മരുഭൂമി യാത്രയിൽ പിറുവെറുത്തത്. ഒന്നാമത്തെ പിറുവെറുപ്പെന്ന് പറയുന്നത് വെള്ളത്തിനു വേണ്ടി, കുടിവെള്ളത്തിനു വേണ്ടിയായിരുന്നു പിറുവെറുത്തത്. മർമറിങ് ഫോർ വാട്ടർ. അവർ ദൈവത്തിനെതിരായിട്ടാണ് പ്രവർത്തത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് പിറുവെറുത്തു. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവ കൽപ്പനപ്രകാരം അടുത്ത വൃക്ഷത്തിൻ്റെ കൊമ്പ് ഉറവയിലിട്ട് വെള്ളം മധുരമാക്കി തീർത്തു. വീണ്ടും അവർ യാത്ര ചെയ്ത് രഫീദിൽ എത്തി. പുറപ്പാടിൻ്റെ 17-3 അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ജനത്തിന് അവിടെ വച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുവെറുത്തു. മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശ അവരോട് കൽപ്പിച്ചു, നീ വടിയെടുത്ത് പാറയെ അടിക്കുക. അപ്രകാരം മോശ ചെയ്തു. കുടിപ്പാൻ ആവശ്യമായ വെള്ളം പാറയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിച്ചു. ഇതുപോലെ ഇസ്രായേൽ ജനം കാദേശിലെത്തിയപ്പോൾ ജനമെല്ലാം വെള്ളമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഇത് മോശയും അഹ്റോനും കേട്ടിട്ട് സമാഗമന കൂടാര വാതിൽക്കൽ കവിളിന് വീണു പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് കൽപ്പിച്ചു. സംഖ്യാപുസ്തകം 20-7-9 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. നീയും അഹ്റോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. അടിക്കാനല്ല പറഞ്ഞത്, കൽപ്പിക്കാനാണ് പറഞ്ഞത്. എന്നാൽ മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറയെ 2 വട്ടം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. എന്നാൽ മോശ ദൈവകൽപ്പന അനുസരിക്കാതെ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം
പാറയെ അടിച്ചു. അതിന് ദൈവം മോശയ്ക്ക് കൊടുത്ത ശിക്ഷ സംഖ്യാപുസ്തകം 20-12 പറയുന്നു. നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാൺകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുൾ ചെയ്തു. ഇസ്രായേൽ ദൈവത്തോട് കലഹിച്ചതിനാൽ ആ പാറയിൽ നിന്ന് പുറപ്പെട്ട ജലത്തിന് മെരീബ ജലം അഥവാ കലഹജലം എന്ന പേരിട്ടു. ദാവീദ് ദീർഘദർശി 106 സങ്കീർത്തനത്തിൽ പൂർവ്വപിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആ 106 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മെരീബ വെള്ളത്തിങ്കിലും അവർ അവനെ കോപിപ്പിച്ചു, അവരുടെ നിമിത്തം മോശയ്ക്ക് ദോഷം സംഭവിച്ചു. സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുന്നതായ പാപം പലപ്പോഴും നമുക്ക് തോന്നും പാപമല്ല, അത് ചെറിയ പാപമാണ്, സാരമില്ല. പക്ഷേ ഇവിടെ നോക്കുക, മോശ ചെയ്തത് കൽപ്പിക്കുന്നതിന് പകരം അടിച്ചു. അതുകൊണ്ട് കനാൻ ദേശത്തേക്ക് കാലുകുത്തുവാൻ മോശയ്ക്ക് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഗതി എന്താകുമെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് പലരുടെയും ദാമ്പത്യ ജീവിതവും കുടുംബ ജലാശയമായി മാറിയിരിക്കുന്നു. ഏത്? മെരീബ ജലാശയമായി മാറിയിരിക്കുന്നു. ഇന്ന് പല ക്രൈസ്തവ സഭകളിലും മെരീബ ജലം സമൃദ്ധിയായി ഒഴുകുന്നു. അതിൽ നിന്നും ധാരാളം വിശ്വാസികൾ കോരിക്കുടിക്കുന്നു. അതുപോലെ പല രാജ്യങ്ങളിലും ഭരണകൂടവും മെരീബ ജലാശയത്തിലാണ്. ഇസ്രായേൽ മക്കളുടെ വെള്ളത്തെക്കുറിച്ചുള്ള പുറോർപ്പ് മെരീബ ജലമായി മാറിപ്പോയി. രണ്ടാമത്തെ പുറോർപ്പ് ആഹാരത്തിനു വേണ്ടിയായിരുന്നു. കൺസേണിങ് ദ ഫുഡ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 2-ാം മാസം 15-ാം തീയതി ഏലീമിലെത്തി. അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആഹാരം തീർന്നുപോയി. അപ്പോൾ അവർ പുറോർക്കാൻ തുടങ്ങി. മോശയും അഹ്റോനും ദൈവത്തോട് നിലവിളിച്ചു. അതിന് ദൈവം ആകാശത്തു നിന്ന് മഞ്ഞ് പെയ്യുന്നത് പോലെ മന്നായും ഇറച്ചിക്കു വേണ്ടി കാടപ്പക്ഷിയും ദിനം പ്രതി നൽകി വന്നു. മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് ഇപ്രകാരമാണ്. പുറപ്പാട് 16-ന്റെ 7, 8, 9 വാക്യങ്ങളിൽ: നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ തേജസ് കാണും. ദൈവത്തിൻ്റെ നേരെയുള്ള നിങ്ങളുടെ പ്രവൃത്തി അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. ദൈവത്തിൻ്റെ നേരെ പ്രവർത്തിക്കുന്നത് അവൻ കേൾക്കുന്നു. ഇതിനു ശേഷം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ എത്തി കൃഷി ചെയ്ത് വിളവെടുത്ത് അതിൽ നിന്നും ഭക്ഷിക്കുന്നത് വരെയും മന്നായും കാടപ്പക്ഷിയും അവർക്ക് ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. യോശുവയുടെ 5:12 കാണാം. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. വീണ്ടും ഇസ്രായേൽ ജനം സീനായിൽ നിന്നും യാത്ര തിരിച്ച് കിപ്രോത്ത് ഹത്താവിൽ എത്തി. അവിടെ വെച്ച് വീണ്ടും ഇസ്രായേൽ ജനം കഴിച്ചുകൊണ്ടിരുന്ന മന്നായ്ക്കെതിരായി പ്രവർത്തിച്ചു. മന്ന കൊടുത്തിട്ടും അവർ തൃപ്തരായില്ല. വീണ്ടും പ്രവർത്തിക്കുകയാണ്. എന്താണ് പ്രവർത്തിൻ്റെ കാരണം? സാധാരണ നമ്മുടെ ഭവനങ്ങളിൽ ഒരാഹാരം തന്നെ തുടർച്ചയായി കഴിക്കുമ്പോൾ വേറൊരു ചോയ്സിന് വേണ്ടി ആഗ്രഹിക്കുകയും കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തോടെ വിരക്തി ഉണ്ടാകുകയും ചെയ്യും. എന്നതുപോലെ തന്നെ ഈ മിസ്രൈമിൽ വെച്ച് തിന്നതുപോലെ തന്നെ വേണം എന്ന് ഇസ്രായേൽ ജനം ശഠ്യം പിടിച്ചു. ചില ഭർത്താക്കന്മാർ പറയല്ലോ, ഇന്നലത്തെ കറിയാണ് ഇന്നും കഴിക്കുന്നത്, ഇന്നത്തെ കറിയാണ് നാളെയും കഴിക്കുന്നത് എന്ന് പറയുന്ന പോലെ മന്ന തിന്ന് മടുത്തു. ദൈവത്തോട് പ്രവർത്തിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് മിസ്രൈമിൽ വെച്ച് കഴിച്ചതുപോലെ കഴിക്കണം.
അതെന്താണ് പറയുന്നത്? സംഖ്യാപുസ്തകം 11:6 ഞങ്ങൾ മിസ്രയീമിൽ വച്ച വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് അനിഷ്ടം തോന്നുമാറ് അവർ പ്രവർത്തു. സംഖ്യാപുസ്തകം 11:1 നമ്മളിൽ പലർക്കും ജീവിത സാഹചര്യങ്ങളോട് പലപ്പോഴും പൊരുത്തപ്പെടാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ നേരെ പിറുപിറുക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മുടെ പല ഭവനങ്ങളിലും വരവ് അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കി ജീവിച്ച് വളരെ കടബാധ്യതകൾ വരുത്തിവെക്കുന്നു. മരുഭൂമിയിലുള്ള സൗകര്യം എന്താണെന്ന് യാത്രക്കാർക്കറിയാം. എന്നാൽ അവർക്ക് ദൈവം ആവശ്യമായ വെള്ളവും ആഹാരവും കൊടുക്കുമ്പോഴും അവർ അതിൽ തൃപ്തരല്ലായിരുന്നു. നാം ഇതിൽ നിന്നും പഠിക്കേണ്ടത് ദൈവം തരുന്നതിൽ നാം സംതൃപ്തരായി ജീവിക്കണമെന്നാണ്. മൂന്നാമത്തെ പിറുപിറുപ്പ് കൺസേണിങ് ദ വേ, മരുഭൂമിയിലെ ക്ലേശകരമായ യാത്രയെക്കുറിച്ചുള്ള പിറുപിറുപ്പായിരുന്നു. ചെങ്കടൽ തീരത്ത് പീഹിരോത്തിൽ എത്തിയപ്പോൾ അവരെ പിടിച്ചുകൊണ്ടു പോകാനായി മിസ്രയീം ഫറവോൻ്റെ പട്ടാളക്കാരും ഫറവോനും കടന്നു വരികയാണ്. മുമ്പിൽ അലറിമറിയുന്നതായ ചെങ്കടൽ. ഇസ്രായേൽ ഇത് കണ്ട് ഭയപ്പെട്ടു. മുന്നോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ല. ജീവൻ്റെയും മരണത്തിൻ്റെയും മധ്യത്തിലായിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 14:11 ഇപ്രകാരം കാണുന്നുണ്ട്: അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? അവരുടെ ആവലാതിക്കും പിറുപിറുപ്പിനുമായി ദൈവം മോശയോട് കൽപ്പിച്ചു, മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. മോശ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു. ഇസ്രായേൽ ജനം മുഴുവനും ചെങ്കടലിൻ്റെ മധ്യത്തിൽ ദൈവം ഒരുക്കിയ ഉണങ്ങിയ റോഡിലൂടെ അക്കരെ എത്തി. അവരുടെ പിറുപിറുപ്പ് മാറി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ മനുഷ്യൻ എപ്പോഴും മറവിയുള്ളവനാണ്. ദൈവം നൽകുന്ന ഉപകാരങ്ങളും നന്മകളും കുറെ കഴിയുമ്പോൾ മറന്നുപോകും. ഇസ്രായേൽ മറവിയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തായിരുന്നു. 2-ാം സ്ഥാനത്താണ് മലയാളികൾ. ആയതിനാൽ അവർ സീനായി മലയുടെ അടിവാരത്ത് എത്തി. ഏതാണ്ട് 2 വർഷം അവർ അവിടെ താമസിച്ചു. അവർ വിചാരിച്ചു, ഈ സീനായി മലയെ ചുറ്റിപ്പറ്റി ജീവിക്കാം. മോശ 40 വർഷം ജീവിച്ച സ്ഥലമാണ്. ആവശ്യത്തിന് വെള്ളമുണ്ട്, ഇറച്ചി കിട്ടും, ആടുമാടുകളെ വളർത്താനും പറ്റും. അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യമുള്ളതായ ഒരു മലമ്പ്രദേശമാണ് സീനായി മലയും ചുറ്റുവട്ടവും. ആവശ്യത്തിൽ കൂടുതൽ മരുപ്പച്ചയുമുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഏലിയ പ്രവാചകൻ ഇസബേലിനെ പേടിച്ച് അഭയം തേടി ഹോറേബ് എന്ന മറുനാമ പേരുള്ള സീനായ് മലയിൽ ഏലിയാവിന് ഇഷ്ടപ്പെട്ടിരുന്നു. ആയുഷ്കാലം മുഴുവനും സീനായ് മലയിൽ കഴിച്ചുകൂട്ടമെന്ന് ചിന്തിച്ച ഏലിയാവിനോട് ചോദിക്കുകയാണ് ദൈവം, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? എഴുന്നേറ്റ് സാരാപ്തിലേക്ക് പോകുക എന്ന് കൽപ്പിച്ചു. ഏലിയ അവിടെ നിന്നും പടി ഇറങ്ങിയതുപോലെ 2 വർഷത്തെ സുഖജീവിതത്തിന് ശേഷം ദൈവം മോശയോട് കൽപ്പിച്ചു, മോശേ, നേരെ കനാനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര തുടരുക. സീനായിൽ നിന്ന് യാത്ര തുടങ്ങി. 3 നാൾ കഴിഞ്ഞപ്പോൾ പലർക്കും നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ. ജനത്തിൻ്റെ ക്ഷീണം വർദ്ധിച്ചു. ദൈവം ചെയ്ത സർവ നന്മകളും അനുഗ്രഹങ്ങളും 3 ദിവസത്തെ വഴിയാത്രയിൽ അവർ മറന്നുപോയി. വീണ്ടും അവർ ദൈവത്തിന് എതിരായി പിറുപിറുത്തു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം വായിച്ചു നോക്കുക.
അനന്തരം ജനം ദൈവത്തിന് അനിഷ്ടം തോന്നുമാറെ പ്രവർത്തു എന്നാണ് 11:1 പറയുന്നത്. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തിൻ്റെ തീ, അഗ്നി അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ പ്രാർത്ഥിച്ചു. അപ്പോൾ അഗ്നി കെട്ടുപോയി. ദൈവത്തിന് നന്ദിയും മഹത്വം കൊടുക്കേണ്ട മനുഷ്യർ ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ മറന്നാൽ അടി നിശ്ചയമാണ്, യാതൊരു സംശയവുമില്ല. ആയതിനാലാണ് ദാവീദ് ദീർഘദർശി പ്രാർത്ഥിക്കുന്നത്. 116 സങ്കീർത്തനം വായിച്ചു നോക്കുക. അതിൽ 12 പ്രകാരം പറയുന്നു: ദൈവമായ കർത്താവേ, എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. നാം ഓരോരുത്തരും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ഇതിൽ നാം പഠിക്കേണ്ടത്. 4ാമത് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാണ്? കൺസേണിങ് ദ ജിയാൻസ്, അന്യദേശത്തിലെ മല്ലന്മാരെ കുറിച്ചുള്ള ഭയവും പ്രവർപ്പുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശങ്ങളിൽ പല സ്ഥലത്തും വളരെ ശക്തിമാന്മാരായ മല്ലന്മാരുണ്ടായിരുന്നു. യഹൂദ വംശത്തിന് എക്കാലവും ശത്രുക്കൾ ഉണ്ടായിരുന്നു. യഹൂദ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ 21-ാം നൂറ്റാണ്ടിലും വളരെ ശക്തരായ ശത്രുക്കൾ അവർക്കുണ്ട്. കാലാകാലങ്ങൾ ഉടലെടുക്കുന്ന ശത്രുവിനെ അതിജീവിക്കുവാനും ജയിക്കുവാനും ദൈവം ഇസ്രായേലിനോടുകൂടെ ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 13:33 മുതൽ 14:2 വരെയുള്ള ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഞങ്ങളെ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ സഭയൊക്കെ ഉറക്കെ നിലവിളിച്ചു. ജനം രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. ദൈവകൽപ്പന പ്രകാരം മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്ത് 12 പേരെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ചിരുന്നു. പോയതിൽ 10 പേർ വന്ന് പറഞ്ഞത് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. അവിടെ വലിയ മല്ലന്മാരുണ്ട്, അവരെ ജയിച്ചടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ വർത്തമാനം കേട്ടതോടുകൂടി ജനങ്ങളുടെ ഇടയിൽ വലിയ കരച്ചിലും പിറുപിറുപ്പുമുണ്ടായി. അവരെ വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരുന്നു സംസാരിച്ചത്. എന്നാൽ യോശുവയും കാലേബും കടന്നു വന്ന് മോശയുടെ മുമ്പാകെ ജനങ്ങളെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അവരെ ജയിപ്പാൻ നമുക്ക് കഴിയും. ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. നിങ്ങൾ ദൈവത്തോടെ മത്സരിക്കരുത് എന്ന് യോശുവയും കാലേബും വീണ്ടും ശക്തിയായി ജനങ്ങളോട് സംസാരിച്ചു. നോക്കുക, 12 പേരിൽ 2 പേരുടെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു ശ്രദ്ധേയമായ കാര്യം, 12 പേര് കണ്ടതിൽ 10 പേരുടെ കാഴ്ചപ്പാട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ആ 10 പേർ കണ്ട അതേ സ്ഥലം, അതേ ആൾക്കാർ തന്നെ, പക്ഷേ 2 പേരുടെ കാഴ്ചപ്പാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരുടെ കാഴ്ചപ്പാട് എപ്പോഴും ഊവേ ഊവേ എന്ന് തന്നെ ആയിരിക്കും. എന്നാൽ ദൈവാശ്രയമില്ലാത്ത ഭീരുക്കൾ എപ്പോഴും ഇല്ല ഇല്ല എന്നായിരിക്കും. ആയതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ എപ്പോഴും സാധ്യതകളെക്കുറിച്ചായിരിക്കണം. നമ്മുടെ വാക്കുകൾ അതേ ഊവേ ഊവേ എന്ന് മാത്രമായിരിക്കണം. 5ാമത്തെ പിറുപിറുപ്പെന്ന് പറയുന്നത് കൺസേണിങ് ദെയർ ലീഡേഴ്സ്, അവരുടെ നേതാക്കന്മാരെ കുറിച്ചുള്ള പിറുപിറുപ്പായിരുന്നു. ഇത് സാധാരണ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മോശയും അഹ്റോനുമാണ് ഇസ്രായേൽ ജനതയെ നയിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരമാണ്. എന്നാൽ അതിൽ
ഒരു നാൾവര സംഘം മോശയ്ക്ക് എതിരായി പ്രവർത്തിച്ചു. ഇന്ന് ലോകത്തെവിടെയും കണ്ടുവരുന്ന ഒന്നാണ്. ഭരണകർത്താക്കളെയും അതുപോലെ നേതൃത്വം കൊടുക്കുന്നവരെയും എതിർക്കുകയും അവർക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതിന് അധികാരവടം അല്ലെങ്കിൽ അധികാരവടം വലി എന്ന് പറയുന്നു. ഇതിനു വേണ്ടി നടക്കുന്ന കൊല്ലും കൊലയും എത്രയെന്ന് എണ്ണിത്തീർക്കുവാൻ വിഷമവുമാണ്. സംഖ്യാപുസ്തകം 16:3 കോരഹ, ദാഥാൻ, അബീരാമോൻ ഈ 4 പേർ കൂടി ഇസ്രായേൽ മക്കളിൽ സഭാപ്രമാണികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പേരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവരുടെ ചിന്ത മോശയുടെയും അഹ്റോനെ പോലെയും ദൈവസന്നിധിയിൽ ജനങ്ങളെ നയിക്കുവാനും സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുമുള്ള അവകാശമുണ്ട് എന്നായിരുന്നു. സംഖ്യ 16:4 കാണുന്നു, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, ദൈവം അവരുടെ മധ്യയുണ്ട്. പിന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്തെന്ന് ഈ ആബീരാം ഗ്രൂപ്പ്, കോരഹ് ഗ്രൂപ്പ് പറഞ്ഞു. ജനങ്ങളെ ഇളക്കി. ഇത് ഏതാണ്ട് ഇന്നേക്ക് 3435 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇസ്രായേലിയ സഭാതർക്കമാണ്. അപ്പോൾ ഇത് ഇന്നലെ ഇന്നുള്ളതല്ല, ഇന്ന് കാണുന്ന സഭയിലെ തർക്കമോ പള്ളിയിലെ തർക്കമോ അല്ല. ഇതിൻ്റെ ആരംഭം 3435 വർഷം മുമ്പാണ്. അതുകൊണ്ട് ഇന്ന് പള്ളിയിലുള്ള തർക്കമോ സഭയിലുള്ള തർക്കമൊന്നും ഒരു പ്രശ്നമല്ല. ഇതിൻ്റെ വേരങ്ങ് ആഴത്തിൽ കിടക്കുകയാണ്, മരുഭൂമിയിൽ കിടക്കുന്ന വേരാണ്. 3400 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ തമ്മിത്തല്ലിന്. ദൈവം മോശയെയും അഹ്റോനെയും സഭയുടെ ചുമതല ഏൽപ്പിച്ചു. എന്നാൽ ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ മോശയ്ക്കും അഹ്റോനും എതിരായി 4 പേർ തല ഉയർത്തി. മോശയെപ്പോലെ ദൈവസന്നിധിയിൽ ഞങ്ങളും വിശുദ്ധരാണ്, മോശ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്കും കൈയുയർത്തി പ്രാർത്ഥിക്കുവാൻ അറിയാം. ഈ ദുരാശയം മരുഭൂമി യാത്രയിൽ ഉടലെടുത്തു. പക്ഷെ ഇന്നും ഈ ദുരാശയം നിറഞ്ഞ ദുരാത്മാവ് എല്ലാ സഭകളിലും കൂട്ടായ്മകളിലുമുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥ സത്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നമ്മളെ ഭരിക്കാൻ, ഭരണകർത്താക്കളെയും വിശുദ്ധ സഭയെ ഭരിക്കുവാൻ ആത്മീയപിതാക്കന്മാരെ നിയമിച്ചിരിക്കുന്നത് ദൈവമാണ്. കർത്താവായ യേശു തമ്പുരാൻ ന്യായവിസ്താര സമയത്ത് പീലാത്തോസിനോട് പറയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ യോഹന്നാന്റെ 19:10 പീലാത്തോസ് യേശു തമ്പുരാനോട്, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ട്, നിന്നെ വിട്ടയപ്പാനും അധികാരമുണ്ട് എന്നും നീ അറിയുന്നില്ലയോ? അതിനുത്തരമായിട്ട് യേശു തമ്പുരാൻ അവനോട്, മേലിൽ നിന്നും നിനക്ക് കിട്ടിയില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എന്താണ് പറയുന്നത്? പീലാത്തോസിന് കിട്ടിയത് ദൈവം നൽകിയിരിക്കുന്ന അധികാരമാണ്. ആയതിനാൽ ഓരോ പൗരനും ഓരോ സഭാവിശ്വാസിയും അവരവരുടെ അധികാരികൾക്ക് വിധേയത്വമുള്ളവരാണെന്ന് അറിഞ്ഞിരിക്കണം. 6ാമത്തെ പ്രവൃത്തി കൺസേണിങ് ദ ഡിവൈൻ ജഡ്ജ്മെൻറ്റ്, ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പ്രവൃത്തിയാണ്. സംഖ്യാപുസ്തകം 16:41 ഇസ്രായേൽക്കാ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹ്റോനും വിരോധമായി പ്രവർത്തിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. മോശയ്ക്കും അഹ്റോനും എതിരായ സമാഗമന കൂടാരത്തിൽ ധൂപം അർപ്പിക്കുവാൻ കോരഹിൻ്റെ നേതൃത്വത്തിൽ വന്ന 250 പേരെ ദൈവം ഭൂഗർത്തത്തിലേക്ക് വിട്ടുകൊടുത്ത് കൊന്നുകളഞ്ഞു. ഇതിൻ്റെ പേരിൽ മറ്റുള്ളവർ മോശയ്ക്കും അഹ്റോനും എതിരായി പ്രവർത്തിച്ചു. അപ്പോഴേക്കും ദൈവം വലിയ ഒരു ബാധ അവരുടെ ഇടയിൽ കൊണ്ടുവന്നു. സംഖ്യാപുസ്തകം 16:44-50 വരെയുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവം മോശയോട്, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവീൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് അരുൾ ചെയ്തു. അവർ കവിഴ്ന്നു വീണു. മോശ അഹ്റോനോട്, നീ ധൂപകലശം എടുത്ത് പെട്ടെന്ന് യാഗപീഠത്തിൽ തീയിട്ട് ധൂപവർഗവുമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ക്രോധം പുറപ്പെട്ടു ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെ അഹ്റോൻ വളരെ പെട്ടെന്ന്
ധൂപകലശവുമായിട്ട് മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചു ധൂപം നടത്തി. ബാധ മാറിപ്പോയി. ആ ബാധയിൽ 14,700 പേർ മരിച്ചുപോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അഹ്റോൻ ധൂപം ഇട്ട് പ്രാർത്ഥിച്ചത് മരിച്ചവർക്കും ജീവനോടിരിക്കുന്നവർക്കും വേണ്ടിയാണ്. ആയതിനാൽ മരണത്തോടുകൂടി ആരും മരിക്കുന്നില്ല, എന്നാൽ അവർ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നു. ദൈവം മോശയോടെ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നത്, ഞാൻ അബ്രഹാമിന് ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിന് ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവവുമാകുന്നു എന്ന് പുറപ്പാട് 3:6. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിലും ബലിപീഠത്തിങ്കൽ ധൂപം അർപ്പിക്കുന്ന പതിവ് ആരാധനകളിലും ബലികളിലും കുർബാനകളിലും ഉണ്ടായിരുന്നു. എന്നാൽ പാശ്ചാത്യ ഉപദേശങ്ങളിലും പഠിപ്പിക്കലുകളും വിശുദ്ധ സഭയിൽ കടന്നുകൂടിയപ്പോൾ ധൂപാർപ്പണം ഒരു പഴഞ്ചൻ ആരാധനയായി മാറ്റപ്പെട്ടു. ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് ആർക്കും അറിഞ്ഞുകൂടാ കാര്യം. പഴയ നിയമസഭയുടെ പിന്തുടർച്ചയാണ് പുതിയ നിയമസഭ അഥവാ ക്രൈസ്തവ സഭ എന്ന് ഉള്ള കാര്യം മറന്നു പോകരുത്. സഭയിൽ ആരാധനകളും ബലികളും അർപ്പിക്കുവാൻ അഹ്റോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരുണ്ട്. അവർ നടത്തുന്ന വിശുദ്ധ കൂദാശകളിൽ കൈകടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഭൂമി പിളർന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നത് ഉത്തമമാണ്. 7-ാമത്തെ പിറുപിറുപ്പ് കൺസേണിങ് ദ ഡെസേർട്ട് ലൈഫ്, മരുഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ചായിരുന്നു അവരുടെ പിറുപിറുപ്പ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ ജനം ഒക്കെയും മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി പിറുപിറുത്തു, കലഹിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം ചിന്തിച്ചിരുന്നത് വളരെ പെട്ടെന്ന് വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുമെന്നായിരുന്നു. എന്നാൽ അവരുടെ ചിന്തകൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിട്ട് 40 വർഷക്കാലത്തെ ദൈർഘ്യമേറിയ യാത്ര അതീവ ക്ലേശകരമായിരുന്നു. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടങ്ങിയ അനേക കുടുംബങ്ങളും അവരുടെ ആടുമാടുകൾ ഉൾപ്പെടുന്ന യാത്രയുടെ സ്വഭാവ രീതിയും മറ്റും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. മരുഭൂമിയിൽ ഓരോ ദിവസത്തിൻ്റെ അന്ത്യത്തിൽ കിടന്നുറങ്ങുന്ന കൂടാരങ്ങളിലാണ്. കൊടും ചൂടിലും തണുപ്പിലും അവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കൂടാരങ്ങളിലാണ്. യാത്ര മണലിൽ കൂടി നടന്നു പോകണം. മണലിൽ കൂടി നടക്കുക വളരെ ഭാരമുള്ള ഒന്നാണ്. ചെളിയിൽ കൂടി നടക്കുന്നത് പോലാണ്. പ്രായം ചെന്നവരെയും കുഞ്ഞുങ്ങളെയും ചുമന്നുകൊണ്ടായിരുന്നു യാത്ര. ഏതാണ്ട് 6 ലക്ഷത്തിൽ പരം ജനങ്ങൾ കൂടിയുള്ള യാത്ര. ആ ബുദ്ധിമുട്ടുകൾ സാധാരണ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്ര കഠിനതരമായ യാത്രയിൽ ദൈവകോപവും മുഖാന്തരം ഉണ്ടായ തീപിടുത്തം, മഹാവ്യാധികൾ, മോശൈക ശിക്ഷകൾ, രോഗം എന്നിവയിൽ കൂടി 6 ലക്ഷത്തിൽ പരം ആൾക്കാർ ഈ യാത്രയിൽ ഈ മരുഭൂമിയിൽ മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ള സത്യം മറന്നുപോകരുത്. മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിൽ യോശുവയും കാലേബും ഇവർ 2 പേരൊഴിച്ച് മുഴുവനും ഈ 40 വർഷം കൊണ്ട് മരിച്ചുപോയി. എന്നാൽ യോർദാൻ നദി തീരത്ത് മോവാബ്യ ദേശത്ത് വന്ന് പാളയം ഇറങ്ങി യോർദാൻ നദി കടക്കുന്നതിന് മുമ്പ് അവരവിടെ ക്യാമ്പ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മോശയോട് കൽപ്പിച്ചു 20 വയസ്സിന് മേളിലേക്ക് പ്രായമുള്ളവരുടെ കണക്കെടുപ്പാൻ. ജനത്തിൻ്റെ കണക്കെടുത്തപ്പോൾ 6,1730 പേരുണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 26:51 ആ കണക്ക് പറയുന്നുണ്ട്. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടതിനേക്കാൾ കൂടുതൽ മരുഭൂമിയിൽ ജനിച്ചു വളർന്നു. ദൈവം ഒരു പുതിയ തലമുറയെ മരുഭൂമിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവർ ഏത് കഷ്ടതയിലും
കാലാവസ്ഥയിലും പട്ടിണിയിലും അതിജീവിക്കുവാൻ കഴിവുള്ള ഉരുക്കു മനുഷ്യർ എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചത് 40 വർഷക്കാലം മരുഭൂമിയിലെ ജീവിത പാഠവും ശരിക്കും മനസ്സിലാക്കി ദൈവത്തിന് തന്നെ സമർപ്പിക്കപ്പെട്ട യോശുവയായിരുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തുള്ള 10 രാജ്യങ്ങളും മല്ലന്മാരെയും കീഴടക്കി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമായി മാറ്റി. ദൈവാനുഗ്രഹവും അധ്വാനശീലവും പരിശ്രമ സ്വഭാവവും ഉള്ളവർക്ക് എന്തിനേയും കീഴടക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു അരുൾ ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശുദ്ധ മത്തായി 11:28. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ജീവിതത്തിൽ നടത്തുന്ന 7 പിറുപിറുപ്പിനെ കുറിച്ചാണ്. പിറുപിറുപ്പുള്ള ജീവിതം ഈ ലോക ജീവിതത്തിൻ്റെ അടിമയാണ്. എന്നാൽ ഏത് കഷ്ടതയിലും ഭാരത്തിലും രോഗത്തിലും പ്രതിസന്ധികളിലും പുഞ്ചിരിക്കുന്ന ജീവിതം ആത്മാവിൽ സമർപ്പിതമായിട്ടുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലും യേശുക്രിസ്തുവിനെ നോക്കി പുഞ്ചിരിക്കുവാൻ ദൈവം നമ്മളെ ശക്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൽ സ്നേഹപൂർവം പുത്തൂർക്കുടലിൽ അച്ഛൻ.